ഇന്ന് മാറ്റ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുകാർ ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പൊന്നു എന്നാണ് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന കുട്ടിയുടെ പേര് കേട്ടോ. ഇവർ തിരുവനന്തപുരംകാരാണ്. കുറേ പേര് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലും ഇത് സെറ്റപ്പിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇന്നാൾ മറ്റേ സാൻഡപ്പൻ്റെ മറ്റേ ട്രാവലിസ്റ്റ് അവർ വന്നിട്ട് നമ്മുടെ ഒരു യാത്ര അനുഭവം പങ്കുവയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2-3 ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യണം കേട്ടോ നമ്മളെ. അപ്പോൾ ഞാനും സരിതയും ജഗ്ഗും അവിടേക്കും ഈ കുട്ടി അപ്പുറത്ത് നിന്നിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യണത്. അവരകത്ത് വന്ന് ചെയ്തിട്ടെടുക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ പരിസരം കണ്ടപ്പോൾ പുറത്ത് വന്നിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ എന്നാണ് അപ്ലോഡ് ചെയ്യാമെന്ന് അറിയില്ല. അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ നിങ്ങൾക്കായിട്ട് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. കാലത്ത് യോഗയൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ മഴ, കാലത്തന്നെ ഒരു മഴ. അപ്പോൾ ഞങ്ങൾ നടത്താൻ പോയി. എന്നിട്ട് സരിത കാലത്ത് ഒരു കാപ്പി ഉണ്ടാക്കിയെന്ന് ഞാൻ അങ്ങോട്ട് പറമ്പിലേക്ക് വന്നു. ഇപ്പോൾ സരിതയായിട്ടാ വീഡിയോ എടുക്കുന്നത്. ജഗു ട്യൂഷന് പോയി. അപ്പോൾ സരിത കപ്പലണ്ടി നടാൻ പറഞ്ഞിട്ട് ഇത് കുറേ നാൾ മുമ്പ് വാങ്ങിച്ചോണെന്ന് വെച്ചതാണ്. സാധാരണ കപ്പലണ്ടി മുഴുവൻ ഞാൻ തിന്ന് തീർക്കാറിന് പതിവ് നടാന്ന് പറഞ്ഞിട്ട് കൊണ്ടിട്ട് ഇതിപ്പോൾ ഇത്രയ്ക്ക് ബാക്കി ഫ്രിഡ്ജിലിരിക്കുന്നതാണ്. അപ്പോൾ കപ്പലണ്ടി നടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നിട്ടാണ് ഇവിടെ കൊത്തിയായിരുന്നത്. അപ്പോൾ അവിടെ കപ്പലണ്ടി 2-3 കട കണ്ടപ്പോഴാണ് നടാനുള്ള മോഹം ഉദിച്ചത്. ഇത് നമ്മൾ മുന്നേ വെറുതെ ഇതിവിടെ വെറുതെ അല്ല കാര്യമായിട്ട് തന്നെയാണ്. ഇവിടെ പാവിതായിരുന്നു, അതിൻ്റെ കടക്കിനുള്ളതാണ് കപ്പലണ്ടി. പല ചൂവിന ആയില്ല, ചിലതൊക്കെ വലുതായിരുന്നു മാത്രം. അത് കാണിച്ചു തരാം. അപ്പം ഇത് കണ്ടപ്പോഴാണ് നല്ല ചള്ള് സാധനം ഇത് കണ്ടപ്പോഴാണ് കപ്പലണ്ടി നടാന്ന് വിചാരിച്ചത്. കാരണം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഒരു പുൽക്കൊടി പോലെ അനങ്ങണത് ഞാൻ കാണിച്ചു തരുമെന്ന് വിചാരിച്ചിട്ട് ഇത് വെണ്ടക്കായി മുറിച്ച് കൊടുക്കാൻ പോകും. കണ്ട 3 ടൈപ്പ് വെണ്ടയാണുള്ളത്. ഇതാണ് നല്ല വണ്ണതുള്ളത്. ഇത് പച്ച കളറുള്ള വെണ്ടക്കായ കനം കുറഞ്ഞിട്ടുള്ളത്. ഇത് ചുവപ്പ് കളറുള്ള വെണ്ടക്കായ കനം കുറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ 3 ടൈപ്പ് വെണ്ടകളാണ് ഇതിലുള്ളത്. ഇങ്ങനെ പാവങ്ങളുടെ ആട്ടിറച്ചി സരിതിക്ക് ഞാൻ കൈമാറുന്നു. അല്ല ഇതേ സമയം അവിടെ അനിയൻ ചേട്ടൻ വർഷക്കാലത്തിന് മുന്നോടിയായിട്ട് വിറകൊക്കെ ഒതുക്കണ പണിയിലാണ്. ഇത് മുഴുവൻ കൊത്തി ഒതുക്കാനുള്ളതല്ലേ? ഇതിപ്പോൾ 3 ദിവസത്തെ പണിയാണല്ലോ ചേട്ടൻ കാണണേട്ടാ. ഈ കാണുന്നത് ഒതുക്കി ഷീറ്റൊക്കെ ഇട്ട് മൂടിയത്. ഇതിപ്പോൾ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പണിയുണ്ടാ? അത് പൂതറയിലേക്ക് മാറ്റിയിരുന്നു. നല്ലത് മാത്രം കൊത്തുന്നത് ഒറ്റയ്ക്ക് പിന്നെ അവസാനേ കത്തിക്കാനായിട്ട് കുറേയൊക്കെ ദ്രവിച്ചു. മഴ കൊണ്ട് കെടുക്കല്ലായിരുന്നേ. ഈ ദ്രവിച്ചതൊക്കെ ഇവിടെ കെടുക്കുന്നുണ്ട്. നല്ലതുകളാണ് ഒതുക്കി ഷീറ്റിട്ട് മൂടണേ. പിന്നെ അതേ കുറേ പട്ടയും ഓലയും കെടുക്കുന്നുണ്ട് ഒതുക്കാൻ. ദേ ഇവിടെ കുറേ പട്ട കെടുക്കണു. അതന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കും. പണിയുള്ള കാരണം അപ്പം പണിക്ക് പോണതിന് മുന്നും
പണി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയത്താണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ചേട്ടന്. മുളക് കണ്ടല്ലേ ചേട്ടൻ്റെ അവിടുത്തെ ഇന്നലെ കുറേ പൊട്ടിച്ചു, എന്നിട്ടും ദേ പഴുത്തത്. അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴാണ് ചേട്ടൻ ബനിയൻ ഈ ടീഷർട്ട് അങ്ങനത്തെ വല്ലത് ഇടാറ് കേട്ടാ. അല്ലാത്തപ്പോൾ ഷർട്ട് ഇടാണ്ട് ഇനി പണിയെടുക്കാം. കമ്പോസ്റ്റ് കുഴിയൊക്കെ ചവറിട്ട് നിറഞ്ഞു. മുളക് തൈ നട്ടത് ഈ അരുഭാഗത്ത് പുള്ളി നട്ടു ഇന്നലെ ചേട്ടൻ. ഇഷ്ടം പോലെ ചവറ് അല്ലേ. പാറാടകൾ നോക്കി നിറച്ച് വവ്വാലുകൾ. അവിടെ ഒരു പറമ്പുണ്ട്, ആ പറമ്പിലത്തെ മരത്തുമ്മ നിറച്ച് വവ്വാലുകളാണ്. കപ്പലണ്ടിയിലൂടെ ചവറിട്ട് കൊടുത്തു, നിറയെ ചവറിട്ട് കൊടുത്തു കപ്പലണ്ടിയിലൂടെ. ഇന്ന് കാലത്ത് തന്നെ ഭയങ്കര പണിയിലാണ് കേട്ടോ. അപ്പോൾ അല്ലേട്ടനെ എനിക്ക് നേന്ത്രവാഴക്കന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ജയിൽ പടിയില്ലേ, നമ്മുടെ വിയ്യൂർ ജയിലുണ്ട്, അതിൻ്റെ അവിടെ നിന്ന് 3 നേന്ത്രവാഴക്കന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ ഞാൻ വന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ചാണം വണ്ടി ഇതിപ്പോൾ വരും. ചാണം മറ്റേ ഈ മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ നിന്ന് ചാണം കൊണ്ടുവരുന്ന ഒരു ചേട്ടല്ലേ, നമ്മൾ പലപ്പോഴായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷിസ്ഥലം ഒന്നുകൂടിയും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചാണം വണ്ടി വരും. അധികം വാഴക്കൊന്നുമില്ല, വെറും 3 വാഴക്കുന്നുള്ളൂ. അധികം വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഇതാണ് നമ്മുടെ 3 വാഴക്കന്ന്. കാണുമ്പോൾ ചളിയായിക്കോട്ടെ, പക്ഷേ വെച്ച് നന്നായി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അവിടേക്ക് ചാണം വണ്ടി വന്നതായിട്ട് സൈഡ് വിളിച്ച് പറഞ്ഞു, വേഗം അങ്ങോട്ട് ഓട്ടെ. അവർക്ക് ചാണം ഇട്ട് കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ കറക്റ്റായിട്ട്. അല്ലെങ്കിൽ ഇനിയും വർഷകാലം വരുന്നത്, അല്ലെങ്കിൽ അവിടെയൊക്കെ ആകെ നിറയും ഒലിച്ച്. അപ്പോൾ ചാണം നിറച്ച് തുടങ്ങിയിട്ടത് ഇങ്ങനെ അല്ലേ, കൊട്ടയിലല്ല വട്ടയിലാണ് ചാണം നിറയ്ക്കുക. അപ്പോൾ നമുക്ക് ചാണം കൊണ്ടുവന്നിട്ട് സ്ഥലത്തേക്ക് പോകാം. കൃഷിസ്ഥലം പലപ്പോഴും ഇഷ്ടമാകട്ടെ. അല്ലേ, കാത്തു ചേച്ചി. അപ്പോൾ ഇവർ കൈമാറി ഇങ്ങോട്ട് ചാണം കൊണ്ടുപോകും. അപ്പോൾ ചേച്ചിയുടെ വീട് എവിടെയാണ്? പട്ടിക്കാട്. തെക്കുംപാടം പട്ടിക്കാടാണ്. നമ്മുടെ പീച്ചി ഡാമിൻ്റെയൊക്കെ അടുത്ത്. ഇവിടെയാണ് ചാണം ഇടുന്നത് കേട്ടാ. നമ്മുടെ ഈ വാഴകളുടെ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവിടെ കിടന്നോളും, ഒതുങ്ങി കിടന്നോളും. ഇത് പല സ്ഥലങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാണ്. അപ്പോൾ ഇങ്ങോട്ട് ആകെ പരന്നെടുക്കും. അവിടെയാണ് പരക്കില്ല. ഇനി മഴയാണ്, ഭയങ്കര മഴയല്ലേ വരാൻ പോണത്. മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെടും നമ്മൾ. പിന്നെ ഇപ്പോൾ മഴ വരാൻ ഒരാഴ്ചൻ്റെ അപ്പോഴേക്കും ഒരുവിധം ഒന്ന് വലിയ ചാണം. ഇവിടെ ചേട്ടനുണ്ട്, നമ്മുടെ പൗലോസ് ചേട്ടൻ, ചാണം കൊണ്ടുവരുന്ന ചേട്ടൻ. ആളത് ഈ ഊഞ്ഞാലിൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ചാണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കൊണ്ടുവരും കേട്ടോ. അത് കൊണ്ടുതരും. തൃശ്ശൂർ ജില്ല മുഴുവൻ എത്തിക്കില്ല. അത് മണ്ണുത്തിയിലെ ശുദ്ധമായ മറ്റേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലത്തെ വെറ്റിനറിയിലത്തെ ചാണം കേട്ടോ. അതായത് വലിയ മണം അതൊന്നും ഉണ്ടാവില്ല, അധികം മണം ഉണ്ടാവില്ല. സാധാരണ പണ്ടത്തെ കരട് ഉണ്ടാവില്ല, ഉറയുണ്ടാവില്ല, ചില സ്ഥലത്ത് പ്ലാസ്റ്റിക് ഉറകൾ അതൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാവില്ല, കച്ചറകൾ ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ. അതാണ് ഏറ്റവും വലിയ ഗുണം. 4500 രൂപയാണ് തൃശ്ശൂർ ജില്ല മുഴുവൻ വാങ്ങിക്കുമ്പോൾ. 4500 രൂപ പറമ്പിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കും. ആ സമയം മറ്റുള്ള ജില്ലയിലേക്ക് എറണാകുളം ഇവിടേക്ക് അങ്ങോട്ട് പോകണില്ല. അപ്പോൾ ആളെ വീടും പട്ടിക്കാടാണ് കേട്ടാ. അപ്പോൾ വിളിച്ചാൽ മതി, ആളെ ഫോൺ നമ്പർ ഞാൻ തരാം കേട്ടാ. ആവശ്യമുള്ളവർ, ചാണം ആവശ്യമുള്ളവർ വിളിച്ചോളൂ. ആൾ പറഞ്ഞതേ വണ്ടിയുടെ മുന്നിൽ നമ്പർ ഉണ്ടെന്ന്. അപ്പോൾ അതിൽ വിളിച്ചാൽ മതി. ചില്ലുമ്മ ജഗ് ട്യൂഷന് പോയേക്കാം. സരിത അടുക്കള പണിയില്ല.
അതാണ് ഞാൻ ഈ സെൽഫി എടുത്തത് കേട്ടോ. നല്ല വെയിലായി. ചാർലി പാവുഭാജി മറ്റേ അങ്ങനെ ചാണം കൊണ്ടുവരലൊക്കെ കഴിഞ്ഞു. ചാണം അവിടെ കൊണ്ടിട്ടു അപ്പടി അവർ പോയി. അപ്പോൾ ഉച്ചരി ഞാൻ 2-3 കുഴി കുത്താണ്. അല്ലേട്ടൻ ഞാൻ പറഞ്ഞില്ലേ, അല്ലേട്ടൻ 3 നേന്ത്രവാഴക്കന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേന്ത്രപ്പഴത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇപ്പം 3 കന്ന് ഇന്നുള്ള 3 കുഴിയാണ് കുത്തുന്നത്. ഇതിപ്പോൾ സാധാരണ നേന്ത്ര വാഴക്കന്നാണ് കേട്ടോ. അവിടെ നമ്മൾ 3 മറ്റേ ഇത് വെച്ചിട്ടുണ്ട്, അത് കുഴിച്ചിട്ടുണ്ട്. മറ്റേ വലിയ കിൻഡൽ നേന്ത്ര അത് കൂമ്പെടുത്തു. അപ്പോൾ എപ്പോഴും നേന്ത്രപ്പഴം കിട്ടേണ്ട രീതിയിലുള്ള കൃഷി രീതിനെ ചെയ്യാൻ പോകുന്നിട്ടാ. ഇവരാണ്ട് ഇവർ ടിഷ്യൂ കൂമ്പെടുത്തു. 3 ദിവസമായിട്ടുള്ള നട്ടിട്ട് കൂമ്പെടുത്തു. കാരണം നമ്മൾ നേന്ത്രവാഴനെ ഗൗരവമായിട്ട് എടുത്തു. അവിടെയൊക്കെ നേന്ത്രവാഴ അല്ലേട്ടനെ ഒറ്റ ട്രിപ്പിലാണ് ഒരു 10-20 നേന്ത്രവാഴ വെക്കുന്നത് വയ്ക്കുക. നമ്മളങ്ങനെ വയ്ക്കുന്നില്ല. അപ്പോൾ നേന്ത്രവാഴ നമ്മുടെ നാളത്തെ ഒരു കൊലയുണ്ട്. ഇവൻ്റെ രൂപം നോക്കിയാൽ ഇവൻ ഒടിഞ്ഞു, കായ്ക്കൊല ഒടിഞ്ഞു. അവൻ്റെ ഷേപ്പ് വേണ്ട, ഇങ്ങനെയായി. കാറ്റത്തൊടിഞ്ഞതല്ലേ. എന്നാലും കൊലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കൊല നല്ല പോത്തിറച്ചിയും കായും ഇതിൻ്റെ ഈ ടൈപ്പ് കായിട്ട് വയ്ക്കാൻ ഭയങ്കര സൂപ്പർ സാധനമാണ്. അപ്പോൾ ഞാൻ നേന്ത്രവാഴക്കന്ന് നടട്ടെ. 2 കുഴി കുത്തി, 3 കുഴി കുത്തണം. പിന്നെ എപ്പോഴും നേന്ത്രപ്പഴം നല്ലത് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ഭാഗ്യം ആർക്കായാലും. കാരണം നേന്ത്രപ്പഴത്തിനെ സമ്പൂർണമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനെ പറ്റിയ ഒരു ഫലമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ടിട്ടുള്ളതാണ്. നേന്ത്രപ്പഴം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലങ്ങോട്ട് വേറെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു കേട്ടില്ലേ, പണ്ടത്തെ ജിമ്മിന് പോണവരൊക്കെ 2-3 നേന്ത്രപ്പഴം, 2 കോഴിമുട്ട, 1 ഗ്ലാസ് പാല് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അന്ന് എത്രയും കനുള്ള വെയിറ്റ് വരെ എടുത്ത് വെയിറ്റ് അടിക്കുന്നു. അത്രയ്ക്കും ആരോഗ്യം കിട്ടും. ഇപ്പോഴത്തെ പഴത്തിലൊക്കെ ഇതെന്തിട്ട് ഇവിടെ നിധിൻ്റെ കല്ല് മട്ടാണ്. അല്ല മട്ടിയാണ് കേട്ടോ. ഇത് വേഗം കുഴി കുത്തി കുഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴി കഴിഞ്ഞു, 2ാമത്തെ കുഴി. ശരീരം നന്നായി അനങ്ങണ പണിയാണ് കേട്ടോ ഇതൊക്കെ. കുഴി കുത്തി. ഇനി ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ വേരുകളൊക്കെ ചെത്തിയിട്ട് കന്നുകൾ ഇങ്ങനെ ഇരുന്നോട്ടേട്ടാ. ഇവർ ഇതപ്പോഴത്തെ കന്നുകൾ തന്നെയാണ് അല്ലേട്ടൻ വാങ്ങിച്ച് വയ്ക്കാറ്. ജയിൽപ്പടിയിൽ അവിടെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ. ഇത് ചിലപ്പോൾ ഉണക്കും, നമ്മൾ ഉണക്കണമെന്നില്ലേ. ഇനി ഉണക്കാൻ സമയമില്ലേ. ഇത് കന്നിൻ്റെ വരുന്നത് ചെത്തി കളയാം, വേരുകൾ ചെത്തി കളയാം. ഇനിയെങ്കിലും ഇവരെ വളരെ ഭംഗിയായിട്ട് നോക്കണം. ആ നേന്ത്രവാഴ ഒടിഞ്ഞു വീണത് കൊലക്കെട്ട് കെട്ടാൻ തന്നെ, കൊലേര അവിടെ കെട്ട് കെട്ടാത്ത കാരണമാണ് അവനൊടിഞ്ഞു വീണത്. അല്ലെങ്കിൽ ഒടിഞ്ഞു വീണുന്നില്ലേ. അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു കായ്കൊല കിട്ടിയേനെ. ഒരു നേന്ത്രക്കൊല കുലച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ചയുള്ള പഴമായി. മൂത്ത പടല ആദ്യം മുരിഞ്ഞ് വന്ന് ചെയ്യുന്ന പരിപാടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇത് ഇവരെ ഇതിൽ വയ്ക്കണം. അത്യാവശ്യം താഴ്ത്തിയിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. അവിടെ വെച്ച് ഇതിൽ വരം വെച്ചു. ഒരു കുഴി കൊണ്ട് കുത്തണം.
ഇനി കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കും നമ്മൾ. കുമ്മായം എപ്പോഴും നല്ല തന്നെയാണ് കേട്ടോ. കുമ്മായിട്ട് കൊടുത്ത് ഇനി കുറച്ച് ചവർ എടുക്കണം. ചവർ കുറച്ചിടാം. പിന്നെ മറ്റേ ഇതില്ലേ നമ്മുടെ ചാണപ്പൊടി കഴിഞ്ഞ് അതുപോലെ ആട്ടുംകാട്ടം ഇടാം. പച്ച ചാണകം ഇടണ്ട. പച്ച ചാണകം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കേട് വരും. ചവറുണ്ട്. കുറച്ച് ഇനി നമ്മുടെ ആട്ടുംകാട്ടം എടുക്കാം. ആട്ടുംകാട്ടം ചാക്കൊക്കെ പൊട്ടി. ഇത് മെല്ലയാണ്ട് തേച്ചോളേ. ഇത് നടന്നോട്ടെ. അപ്പോൾ ഇവനെ നമുക്കങ്ങോട്ട് മൂടാം. ഇനി ഒരു 2 മാസം കഴിയുമ്പോൾ ഒരു 2-3 നേന്ത്രവാഴൊക്കെ കൂടി വയ്ക്കും. അങ്ങനെ ഗ്യാപ്പിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കായ പോലെ കിട്ടും എന്ന് വിചാരിക്കാം. ഇടിഞ്ഞു പൊളിഞ്ഞു വീണില്ലേ. പണ്ട് ഒരു പുസ്തകം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ എന്താണ് അതിൻ്റെ ഉള്ളടക്കം നമുക്കൊന്നും അറിയില്ല, ഓർമ്മയില്ല. ചകിരി അമ്മ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരും. അമ്മ പറഞ്ഞു ധൈര്യമിടുന്നു. ചകിരിയിൽ കിടന്നോ. ഇതും ഇനി ഒരു വാഴ വേണ്ടി വയ്ക്കാമല്ലോ. അത് ഇതേപോലെ തന്നെ വയ്ക്കണം കേട്ടോ. നമ്മൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെ നമ്മുടെ വഴിയിലവിടെ മയിലേ നോക്കിയേ. എൻ്റെ ദൈവമേ, ഇവിടെ ചാർലിയും ഇവരും പെണ്ണെന്നുണ്ട് കണ്ട. വാലില്ലേ കണ്ട, നീട്ടത്തിലില്ലേ വാല് കണ്ട. ഇമ്രാനവിടെ കിടന്ന് അലമ്പുണ്ടാക്കുന്നുണ്ട്. പെണ്ണാണിത് കണ്ട. നോക്കിയത് അതിന് മനസ്സിലായിട്ടില്ല ഇത് എന്തൊരു താങ്ങിയെന്ന് കണ്ട. ചാർലി അത് കുഴപ്പക്കാരല്ല. അതെ, ഞാൻ കളക്കിനോടത്ത് വന്നതാ. അയ്യേ, വെള്ളം കുടിക്കാൻ വന്നതാ. അപ്പോഴാണ് ഇതിനെ കണ്ടത്. അതിന് മനസ്സിലായില്ലേ ഇതിൻ്റെ എവിടെ നിൻ്റെ എണ്ണ, നിൻ്റെ ചാത്തൻ എവിടെ, നിൻ്റെ ശ്രീനിവാസൻ എവിടെ? തേടി വരും കണ്ണി മിണ്ടാണിക്രാ. മയിലിവിടെ എത്തി, നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി കണ്ട. നല്ല മയിലല്ലേ, നല്ല ഭംഗിയുള്ള മയിൽ. ദേ അയ്യോ, ദേ ചാടി. ആ ഇതേ പറഞ്ഞു. ആ അത് സൗണ്ട് ഉണ്ടാക്കണു ശരിക്ക് പോസ്റ്റിൻ്റെ മുകളിൽ. ഇത്ര വലിയ കോഴീനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പോസ്റ്റിന്റെ മുകളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് മയില്. ഇവിടെയാണെങ്കിൽ ചാർലി ഇമ്രാനും കിടന്നിട്ട് പരക്കം പായന് ഇവിടെ കിടന്നിട്ട്. എന്തിന്റെ കയ്യില് ചേട്ടന് വേണ്ടി ഞാൻ വാങ്ങിച്ചോടുന്ന മാമ്പഴം ഹിമപസന്ത്. ഓ, ഇതിൻ്റെ ഒരു രുചി ഗംഭീരമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. കഴിക്കൂ ചേട്ടാ, കഴിക്കൂ. ജഗെടുത്ത വയറും മനസ്സും നിറയട്ടെ. അപ്പോൾ ഇവിടുന്ന് ഞാൻ കായക്കോട്ട് കളിക്കുന്നിടത്ത് വെള്ളം കുടിക്കാൻ വന്നത്. അപ്പോഴാണ് മയിലിന് കീലിനെ കണ്ടത്. എന്റെ ചാർലി അത് പൊക്കോട്ടറാ. ഇതാണ് ഹിമപസന്ത്. ഇവിടെ കിടന്ന് കാണിക്കണേ. ഇപ്പൊ പിടിച്ച് നമ്മൾ തിന്നു. ഇതാണ് ഹിമപസന്ത്. ഇത് ലുലുവിൽ നിന്ന് വാങ്ങിച്ചതാ ഞാൻ. പിടിക്കരി നീ മാമ്പഴം തിന്നത്.
ഭയങ്കര ടേസ്റ്റ്. ഹിമപസന്ത് നമ്മൾ വെച്ചിട്ടില്ല അല്ലേ ചേട്ടാ? ഞാനേ ഇത് മഞ്ഞുള്ളടത്തുണ്ടാവുള്ള ഹിമപസന്ത് എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം തണുപ്പിന് ഇഷ്ടം. ഞാനപ്പോൾ ഏത് മാമ്പഴം വാങ്ങിക്കുന്നത് വിചാരിച്ചിട്ട് കുറേ തരം മാമ്പഴം ഉണ്ടല്ലോ. ലുലുവിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഫ്രൂട്ട്സുകളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടാവേ അവിടെ. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ അറിയുന്ന ആളാ, അപ്പോൾ സബ്സ്ക്രൈബറാ. ആള് പറഞ്ഞ് മാമ്പഴം വാങ്ങിക്കേണ്ടതല്ലേ, നമ്മുടെ വീട്ടിൽ മൂവാണ്ടന് ഇഷ്ടം പോയിട്ടുണ്ടെന്ന് അറിയാർക്ക്. അപ്പോൾ ആൾ പറഞ്ഞു ഇതിൻ്റെ ഒപ്പം മറ്റേ മൽഗോവിൻ്റെ അപ്പുറത്ത് അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഹിമപസന്ത്. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് വാങ്ങിച്ചാൽ മതി പറഞ്ഞു. ഭയങ്കര മധുരമുള്ള നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ്. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്. അല്ല ഇതിപ്പോൾ ഇവിടെ നിന്ന് തിന്നാണെങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇതെന്തിനാ ഞാൻ കൊണ്ടുവന്ന വലുത്? അത് ആളുകൾക്ക് പ്രേക്ഷകർക്ക് ഈ മാമ്പഴം കാണിച്ചു കൊടുക്കാനാണ് ഇത് കേട്ടോ. ഇതാണ് ഹിമപസന്ത് അല്ലേ? ഇനി ഇവിടെ ഒരു മോനെ നോക്കിയേ അല്ലേ. ഇനി ഇതിന്റെ തൈ വാങ്ങിച്ചിട്ട് വെക്കാം. ഇതുണ്ടാവുമെന്നറിയില്ല. ഇനി മണ്ണുത്തി പോകുമ്പോഴേ അതന്നെ ഇത് തണുപ്പുള്ളടത്ത് തണുപ്പ് വേണ്ടി വരും ഇത് ഉണ്ടാവണമെങ്കിൽ. നമ്മുടെ ബാക്കിൽ നിൽക്കണ കുഞ്ഞിത് ഇത്ര പോന്ന മാങ്ങകള് ഉണ്ടാവണു. ഞാനേ വെള്ളം കുടിക്കാൻ വന്നത് നിന്നോട് കാപ്പി ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പം നീ ഇത് അയ്യോ ഞാൻ കാപ്പി ഉണ്ടാക്കിയിട്ട് വരാം. ഇനി വേണ്ട, ഞാൻ ഒരു വാഴ കൂടി കുത്തിയിട്ട് വൈകുന്നേരം കല്യാണത്തിന് പോകണം. നമ്മുടെ ക്യാമറയിൽ നിന്ന് ഇതിൻ്റെ ചേട്ടൻ്റെ കല്യാണമല്ല, ഇന്ന് വെറുതെ ഇന്ന് പോയി ഒന്ന് മുഖം കാണിച്ചിട്ട് വരാം. അതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കും. അപ്പോൾ 2 നേന്ത്രവാഴ കുഴിച്ചിട്ടു. ഇനി ഒരു നേന്ത്രവാഴ കുഴിച്ചിട്ടുള്ളൂ. കാലത്ത് സരിത കുറേ ഇവിടുന്ന് ചീര നേന്ത്രവാഴ ചെയ്യുമ്പോൾ അല്ല ചേട്ടൻ്റെ പാത പിന്തുടരായിരുന്നില്ലേ? കുറച്ച് ഇംഗ്ലീഷ് വളം. നോ, ഇംഗ്ലീഷ് വളം ചേർക്കില്ല. അല്ല ചേട്ടാ ഇംഗ്ലീഷ് വളം ചേർക്കാറുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നില്ല. സരിത പറയുന്നത് എന്തിനാണെന്നറിയോ? അതായത് നമുക്ക് എപ്പോഴും ജൈവ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ പിന്നെ മറ്റുള്ള സാധനങ്ങൾ ഈ ഇംഗ്ലീഷ് വളം മറ്റൊന്നും ചേർത്തിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. അതല്ല, നമ്മൾ പച്ചക്കറികൾ ഒന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. വല്ലപ്പോഴും കുമ്പളങ്ങ വാങ്ങിച്ചാലായി അല്ലേ? അല്ലാണ്ട് നമ്മൾ ഒരു പച്ചക്കറി പോലും പുറത്തുനിന്ന് വാങ്ങിക്കണം. നമ്മൾ ഇവിടത്തോണ്ട് തട്ടിമുട്ടി അതുകൊണ്ട് കഴിഞ്ഞു പാചകം ചെയ്യുമ്പോൾ അല്ല അത്യാവശ്യം നമുക്ക് പാചകം ചെയ്യേണ്ട സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ സബോളയും ഒക്കെ തക്കാളിക്കും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ. അതല്ലാണ്ട് നമുക്ക് വെണ്ടക്കായ, വഴുതനങ്ങ, കോവയ്ക്ക അങ്ങനത്തെ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെപ്പോഴും വാങ്ങിക്കണ പൈസ കൊടുത്ത് വാങ്ങിക്കണ സാധനം നേന്ത്രപ്പഴമാണ്. ഈ നേന്ത്രപ്പഴം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണത് ജൈവല്ലല്ലോ, മറ്റേ വിഷട്ടുണ്ടാവും, ഇംഗ്ലീഷ് വളം ഇട്ടിട്ടുണ്ടാവും, വിഷം അടിച്ചിട്ടുണ്ടാവും. ഈ സാധനമാണ് സ്ഥിരം നമ്മൾ വാങ്ങിച്ച് കഴിക്കണേ. അപ്പം നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ട് നമ്മൾ വെക്കുന്ന സാധനത്തിന് കുറച്ച് വളം മാത്രം, വിഷടിക്കണ്ട, ഫ്യൂരിഡാനിൽ മുക്കണ്ട, മറ്റേ വളം എന്തുകൊണ്ട് കുറച്ചിട്ടുകൂടാ? ഇപ്പം നോക്കിയേ നമ്മുടെ വാഴ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വാഴയുടെ അവസ്ഥ നോക്കിയേ. അപ്പോൾ ഈ ഇംഗ്ലീഷ് വളം ഇടാണ്ട് ജൈവം മാത്രം ചെയ്യുള്ളൂ എന്നുള്ള പിടിവാശി എന്തിനാണ്? അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കരുത്. ഇത് സ്ഥിരം നമ്മൾ ഒരു പടല കഴിയണതിനനുസരിച്ച് പഴം ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടിരും. അതല്ലെങ്കിൽ അല്ല ചേട്ടൻ്റെ അവിടെ ഉണ്ടാകുമ്പോൾ അല്ല ചേട്ടൻ അവിടെ നിന്ന് തരും. അത് ഇംഗ്ലീഷ് വളം ഇട്ടിട്ടുള്ളതാണ്. അപ്പം അത് ഉപയോഗിക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കണ വാഴയ്ക്ക് കുറച്ച്, ബാക്കി സാധനങ്ങൾക്കൊന്നും ഇടണ്ട. നേന്ത്രവാഴയ്ക്ക് മാത്രമല്ല ചേട്ടൻ എപ്പോഴും പറയണ ഒരു കാര്യം അതാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വാഴയ്ക്ക് ഇംഗ്ലീഷ് വളം ഇടണം. ഇംഗ്ലീഷ് വളം ഇടാണ്ട് 28 കിലോ ഒരു കൊലയ്ക്ക് വരെ നമുക്ക് കിട്ടിയിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ വട്ടം അതുണ്ടായിട്ടില്ല. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 23 കൊല്ലം ചേട്ടൻ ചെയ്തിട്ടുള്ള ഒരൊറ്റ വട്ടം മാത്രം ഒരു കൊല കിട്ടിയിട്ടുണ്ട് 23 കിലോന്റെ. 28 കിലോന്റെ. ഞാനൊരു കാര്യം പറ്റേ, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഷവർമ്മ വാങ്ങിച്ചു തന്നില്ലേ? KFC ചിക്കൻ വാങ്ങിട്ട് കൊറേ നാളെ എനിക്ക് ഇഷ്ടല്ലേ ചിക്കൻ വാങ്ങിച്ചു തരാല്ലേ? എനിക്ക് ഇഷ്ടല്ലേ വാങ്ങിച്ചു തരാല്ലേ? അതൊന്നും ഹെൽത്തി സാധനങ്ങളല്ലല്ലോ. അല്ല, അപ്പൊ അത് ഇടയ്ക്കല്ലേ കഴിക്കുന്നത് നമ്മള്. അതെ, അതുപോലെ നേന്ത്രപ്പഴം ഇങ്ങനെ ഇടയ്ക്കല്ലേ വാങ്ങിക്കണല്ലോ. അല്ല എപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. എപ്പോഴും വാങ്ങിക്കണമെന്നില്ല. ഞാൻ നല്ല ജൈവ സ്ഥലങ്ങളിൽ പോയിട്ട് വാങ്ങിക്കരുത്. അല്ല അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് ഈ വക സാധനങ്ങളൊന്നും കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ പുറമൊന്ന് വാങ്ങിച്ച് കഴിച്ചാൽ പോരെ. ഇന്നാളെ യൂട്യൂബില്
ഒരു പെണ്ണ് ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ അല്ല, നിങ്ങൾ ഇത് പറയും. കേക്ക് പറഞ്ഞ പുറത്തുനിന്ന് പഴം വാങ്ങിക്കുന്നില്ലെങ്കിൽ, നേന്ത്രപ്പഴം ചേട്ടൻ പറയണത് ശരിയാ. ബാക്കി ഇവിടെ ഇടുന്ന പച്ചക്കറികൾക്കൊന്നിനും, ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പച്ചക്കറിക്കും ഇംഗ്ലീഷ് വെള്ളം ഇടണമെന്ന് ഞാൻ പറയുന്നില്ല. അയ്യോ ചേട്ടൻ ദേഷ്യം വരുന്നില്ല ഈശ്വര. ഞാൻ അവിടെ കളക്കാനാ. അതെ. അതെ ഞാൻ പറയണതേ ഒരു യൂട്യൂബർ ഏതോ യൂട്യൂബർ ഇവിടുത്തെ ഏതോ രാജ്യത്തെ ഒരു പെണ്ണ് ആളെ രണ്ട് കഷ്ണം കൂടെ ഉള്ളത് വേണേ കഴിച്ചോ. അത് ജഗുവിനോടത്തോ. ജഗുവിന് ഇത് ചെത്തി കൊടുക്കാം. ഉണ്ണി കഴിച്ചതല്ല, ഇനി വേണമെന്നാ ഒരു കഷ്ണം മതിയാ? വയറ് നിറഞ്ഞാ? അടിപൊളി. അതെ ആ യൂട്യൂബർ പെണ്ണെ ഭക്ഷണം വീട്ടിലടുക്കളയിൽ ഒരു സാധനം ചെയ്യില്ല. ഞാൻ ഇതിൽ വായിച്ചിട്ടുണ്ടോ? ഓ ഞാൻ എനിക്കറിയാത്. ഒരാഴ്ചയിൽ എത്ര ഡോളറാണ്ട് ചെലവ് വരും. അടുക്കളയിൽ ഒക്കെ പുറമെന്നാണ് ഭക്ഷണം കഴിക്കില്ല. അടുക്കള ഉപയോഗിക്കുന്നില്ല. പാചകം ചെയ്യാൻ പാത്രങ്ങൾ കഴുകേണ്ട ആവശ്യം വരില്ല, വെള്ളത്തിന് ഉപയോഗം വരില്ല, ഒന്നും വരില്ല, സമയം നഷ്ടമില്ല എന്നാണ് ആ പെണ്ണ് പറയേണ്ടത്. അപ്പോൾ പുറത്തുനിന്ന് പോയിട്ട് ഫുഡ് കഴിക്കുക, സമയം ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ ഈ തുന്തുരി ചെയ്യുന്ന പോലത്തെ മറ്റേ എന്താ പറയുക ടേക്ക് അവേ ആ സാധനമായിട്ട് വാങ്ങിച്ചു കൊണ്ടു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. ഈ പരിപാടി ചെയ്യാം. അപ്പൊ അതിന് കണ്ടമാനം പൈസ ലാഭമുണ്ടെന്ന്, പൈസയും അതിന്റെ ഇതിനല്ലേ. പക്ഷെ അതിന് പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവ് കമന്റുകളാണ് വന്നുള്ളത്. പറയുന്നത് ലാഭം ആരാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനത്തെ വാങ്ങിച്ചു കഴിച്ചിട്ട് നേരം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണതാണ് നല്ലത്. വീട്ടിൽ ചെയ്യാണ്ടിരിക്കുമ്പോ പണി ലാഭം, കാശ് ലാഭം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? വല്ലപ്പോഴും നമ്മളൊരു ഇതിന് പുറത്തുനിന്ന് കഴിക്കാന്നല്ലാണ്ട് അത് കുട്ടിക്ക് നെഗറ്റീവ് കമന്റ് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? ഇതും തമ്മിൽ എന്ത് ബന്ധം? അതെ ബന്ധമുണ്ടല്ലോ. നമ്മള് വല്ലപ്പോഴും നേന്ത്രപ്പഴം വാങ്ങിക്കുന്നു, വല്ലപ്പോഴും പുറമെന്നുള്ള ഭക്ഷണം കഴിക്കുന്നു. അത് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന സാധനത്തിന് ഈ കുന്തകൾ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുന്നത്. വിഷടിക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ. ഇംഗ്ലീഷ് വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു അത് കൊണ്ടുവന്ന് അതിന്റെ കടയ്ക്ക് കമത്തേണ്ട ആവശ്യമില്ല. കുറച്ച് ഇപ്പൊ ഈ വാഴ ഒരവസ്ഥ നോക്കിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, വാഴയ്ക്കൊരവസ്ഥ കുറവില്ല. ഈ വാഴ കാണിച്ചു കൊടുത്തു റോബോട്ടിന്റെ നിൽപ്പ് നോക്കിയത് നിക്കണത്. ഇതിന് ഞാൻ അതൊക്കെ കൊടുത്ത് താങ്ങ് കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇതില് ഈ കായനെ ഇതും കൊടുത്തിട്ടുണ്ട്, അതിപ്പോ വീഴായിപ്പോ ഞാൻ. പക്ഷെ പോത്തിറച്ചിയും ഈ കായും കൂട്ടി വെക്കാനില്ലേ സൂപ്പർ സാധനമാണ്. മനപ്പുറം ഒടിഞ്ഞത് വളരെ നന്നായി എന്ന് പറയാം. ഉർവശി ശാപം ഉപകാരം. വീണതാ. നല്ല കായ കൂട്ടാൻ വെച്ചിട്ട് കായും മറ്റേ സാധനം വെച്ചിട്ട് വീണാ തന്നെയാണോ? വീണില്ലെങ്കിലും ഈ പ്രായത്തില് കൊല എന്ന് കായ ഉരിഞ്ഞിട്ട് കൂട്ടാൻ വെച്ചൂടെ? വീണത് ഇംഗ്ലീഷ് വളത്തിന്റെ കുറ്റല്ല, ഇംഗ്ലീഷ് വളം ചേർക്കാത്ത കൊണ്ടല്ല. ഇംഗ്ലീഷ് വളം ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി കൂടി വലിപ്പമായിട്ട് ഒറ്റ ഒടിയിലൊടിക്കും, കടകളൊക്കെ ഒടിഞ്ഞു വീഴും. ഇതേ ഈ നേരെ ഇപ്പൊ വാർത്തയിൽ കണ്ടില്ലേ കാറ്റത്ത്? അയ്യോ എന്തോ ഈ സാധനത്തിന്റെ കൊലക്കെട്ടില്ലേ, ഇത് ശരിക്കും മുകളിൽ കൊല കെട്ടിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒടിഞ്ഞത്. പിന്നെ കെട്ടിയിട്ടില്ലല്ലോ ഇതൊക്കെ അയച്ചു കെട്ടിയോളൂ. അതെന്താ അവിടെ കെട്ടാഞ്ഞേ? അത് കേട്ടാൻ ഞാൻ ഇത്രയ്ക്കും ഉയരം കുറഞ്ഞ വാഴ വീഴുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ കുഴിച്ചിട്ട് വേഗം കല്യാണത്തിന് പോവാം. നിർത്തി പരിപാടി, വഴക്ക് കൂടുതൽ നിർത്തി. ചില തർക്കങ്ങൾ ഇങ്ങനെയാണ്, ഒരിക്കലും അത് അവസാനിക്കില്ല, ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഭയങ്കര വ്യായാമം. അയ്യോ എന്നെ തല്ലാൻ വരാണോ? ഭയങ്കര വ്യായാമമാണ് തർക്കത്തിന്. അധര വ്യായാമം വൃത അല്ലല്ല, നല്ലതല്ല. അങ്ങനെ നമുക്ക് കല്യാണം അധര വ്യായാമം എന്നല്ല, ഇനെന്താ പറയാ? വൃദ്ധാവ്യായാമം. വൃദ്ധാവ്യായാമം എന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ളതെന്നല്ലേ? ഇങ്ങനെ വായ കൊണ്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണെന്ന് പറയാ. ഈ ഒരു വാഴ കുഴിച്ചിട്ട് കഴിഞ്ഞാലേ നിങ്ങൾ കല്യാണത്തിനുണ്ടാ? ഞങ്ങളില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വരാം. അവിടെ ആരും പരിചയമില്ല. ചേട്ടൻ പോയിട്ട് വന്നു. ഓക്കെ.